ഹായ്, ഇതെൻ്റെ ഒരു അടീനിയം ചെടിയാണ്. അത് നോക്കിക്കേ, നല്ല റെഡ് കളറാണ് ഫ്ലവർ. അതിൻ്റെ സൈഡിലൊക്കെ ഒരു വെളുത്ത വര കണ്ടോ? ആ പെറ്റൽസിൻ്റെയൊക്കെ സൈഡിലൊരു വെള്ള നിറത്തിലുള്ള ഒരു സൈഡിലുണ്ട് വെള്ള വര എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു അടീനിയം ചെടിയാണിത്. ഇത് അത്യാവശ്യം വലിയ പൂവാണ്. അത് മാത്രമല്ല, അതിനകത്ത് ഇതാ വീണ്ടും മൊട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. കണ്ടോ, വലിയൊരു ചെടിയാണ് അത്. ഞാൻ വലിയ ശാഖകളുള്ളത് കൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തായിരുന്നു. അത് അതിന് ഈ വലിയ തണ്ടിനും ബ്രാഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് മുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് പ്രൂൺ ചെയ്തില്ല. സത്യത്തിൽ എല്ലാവരും പറയും അതൊന്നും ശ്രദ്ധിക്കരുത്, നമ്മൾ പ്രൂൺ ചെയ്യുമ്പം ഫ്ലവർ ഉണ്ടോ കായുണ്ടോ എന്നൊന്നും നോക്കരുത്, ഒന്നിച്ചങ്ങ് പ്രൂൺ ചെയ്യണം എന്ന് പറയും. പക്ഷേ എനിക്കൊരു മനസാക്ഷിക്കുത്ത്, ചിലപ്പം ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവർ വിഷമം കാണുമായിരിക്കും. ഞാൻ വിചാരിച്ചു ഈ പൂവൊക്കെ തീർന്നതിന് ശേഷം ഇത് പ്രൂൺ ചെയ്യാമെന്ന്. പക്ഷേ ആ പൂവ് കഴിഞ്ഞു, അടുത്ത മുട്ടായി, അതിനും അടുത്ത മുട്ടായി, അങ്ങനെ ധാരാളം പൂക്കൾ ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പൂ വിരിഞ്ഞില്ലെങ്കിൽ പോലും പൂക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല. പിന്നെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വെച്ചു. നല്ല രസം, നല്ല റെഡ് കളറാണ് ഇത് അകത്തോട്ട് നോക്കിയാൽ കാണാം. ഞാൻ ഊഞ്ഞാലേ വെച്ചാൽ ഇതെടുക്കുന്നത്, അതുകൊണ്ട് ഇതിന് എപ്പോഴും ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. നല്ല രസമില്ലേ കൂട്ടുകാരെ എൻ്റെ ഈ ചെടിയുടെ പൂവ് കാണാൻ? അടീനത്തിൻ്റെ നല്ല റെഡ് കളറാണത്.